ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ ജ്യൂസാണ്. ഗുണങ്ങളേറെയുള്ള പപ്പായ കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാം നമുക്ക്. തൊടിയിൽ താനേ മുളച്ച് താനേ വളർന്ന് താനേ കായ്ക്കുന്ന ഒരിനമാണ് പപ്പായ. ഇപ്പോൾ ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റീസും ലഭ്യമാണ്. ഈ റെഡ് ലേഡി പോലുള്ള പപ്പായൊക്കെ ഒരുപാട് കായ്ക്കാറുണ്ട്. നമുക്കാദ്യം ഒരു സ്പൂൺ കൊണ്ട് അതിലെ കുരുവെല്ലാം എടുത്തു മാറ്റാം. കുരു നിൽക്കുന്ന പാട പോലുള്ളൊരു സാധനമില്ലേ, അതും എടുത്തു മാറ്റണം കേട്ടോ. തൊടിയിൽ നിൽക്കുന്ന പപ്പായ ചെടിയിലെ പപ്പായകളെല്ലാം വിളഞ്ഞു തുടങ്ങുമ്പോഴേ കിളികൾ വന്ന് കഴിച്ചു പോവാറാണ് പതിവ്. ഇടയ്ക്ക് ചെറുതായി ഒന്ന് വിളഞ്ഞു തുടങ്ങുമ്പോഴേക്കും പപ്പായ പറിച്ചുകൊണ്ട് വന്ന് പഴുപ്പിച്ച് ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് ഈ വേനൽക്കാലത്ത് എന്തുകൊണ്ടും നല്ലതാണ്. കത്തി കൊണ്ട് നമുക്ക് കറക്റ്റായി കിട്ടുന്നില്ല. നമുക്കൊരു സ്പൂൺ എടുത്ത് വേഗം സ്കൂപ്പ് ചെയ്ത് എടുക്കാം. സ്പൂൺ കൊണ്ടാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ സ്കൂപ്പ് ചെയ്യാൻ കിട്ടുന്നുണ്ട്. നല്ല പഴുത്ത പപ്പായയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ല മധുരവും ഉണ്ട് പപ്പായയ്ക്ക്. ഈ പപ്പായയ്ക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. സ്കിന്നിനും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് പപ്പായ കഴിക്കുന്നത് നല്ലതാണല്ലോ. പപ്പായ ഇഷ്ടമല്ലാത്ത കുട്ടികളുണ്ടാവും. അവർക്ക് നിങ്ങളിങ്ങനെ ജ്യൂസ് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റോടെ തന്നെ അവരത് കുടിച്ചോളും. ഈ സ്കൂപ്പ് ചെയ്തെടുത്ത പപ്പായ മുഴുവൻ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം. പഞ്ചസാര ഇഷ്ടമല്ലാത്തവർക്ക് തേനൊഴിക്കാം. ഐസ് ക്യൂബ്സ് ഞാൻ കുറച്ച് മുൻപ് വെച്ചതേ ഉള്ളൂ, അതും നമുക്ക് മിക്സി ജാറിലേക്ക് ഇടാം. ഐസ് ക്യൂബ് ആവശ്യമില്ലാത്തവർക്ക് നല്ല തണുത്ത വെള്ളമോ തിളപ്പിച്ചാറിയ വെള്ളമോ ഉപയോഗിച്ച് ജ്യൂസ് ഉണ്ടാക്കാം. നല്ല ട്രാൻസ്പാരൻ്റ് ഐസ് ക്യൂബ്സ് ആണ്. നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നല്ല സ്മൂത്തായി അടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് പുളിക്ക് ആവശ്യമായ നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. ഞാനൊരു പീസ് നാരങ്ങ എടുത്ത് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര പുളിപ്പിനനുസരിച്ച് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ആവശ്യമുള്ളത്ര തിക്നെസ് ആക്കാം. ആവശ്യമെങ്കിൽ വെള്ളം ഒഴിച്ച് തിക്നെസ് കുറയ്ക്കാവുന്നതാണ്. ഇനി നമുക്കിതിനെ ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം. ഇനി അപ്പോൾ നിങ്ങൾ പപ്പായ വേസ്റ്റ് ആക്കില്ലല്ലോ. പപ്പായ കിട്ടുമ്പം ഇതുപോലൊരു ജ്യൂസ് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്